ഓവറിയൻ ക്യാൻസർ, അതിനെ പറ്റിയും കൂടി ഒന്ന് പറഞ്ഞു തരാമോ? ഓവറി ഇപ്പം ഞാൻ ജനറ്റിക് ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പം നമ്മൾ ജനറ്റിക് ടെസ്റ്റിങ് ചെയ്തിട്ട് ഒരു 10% ആൾക്കാരെ ആണെങ്കിലും അവർ പോസിറ്റീവ് ആവുകയാണെങ്കിൽ നമുക്ക് അവരെ ഈ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് രണ്ടും മാറ്റാൻ പറയുമായിരുന്നു, ഓവറി മാറ്റാൻ പറയുമായിരുന്നു, ഈ ബ്രാക്ക ജീൻസ് എന്ന് പറയാതെ. അപ്പോൾ ഇപ്പോഴും MR മാമോഗ്രാം ഉള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ എല്ലാ വർഷവും MR മാമോഗ്രാം ചെയ്തുകൊണ്ട് അത് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർക്കൊക്കെ വളരെ സമാധാനമാണ്. ഈവൻ ജനറ്റിക് ടെസ്റ്റ് പോസിംഗ് ആണെങ്കിലും സ്ക്രീനിങ് പോലെ തന്നെ MR മാമോഗ്രാം ഇത് അവർക്കും ഇപ്പോൾ ഇത് പോസിറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് MR മാമോഗ്രാം ചെയ്ത് നമുക്കത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗം മാത്രം മാറ്റിയാൽ മതി. അതിനെന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ അതോ അത് പറഞ്ഞ പോലെ തന്നെ? അല്ല, നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ചില ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ അല്ലെങ്കിൽ ട്രിപ്പിൾ നെഗറ്റീവ് അവരാണ് ഒരു 15% ആൾക്കാർ ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് വെച്ചാൽ ഹോർമോൺ എല്ലാം നെഗറ്റീവാണ്. അങ്ങനെയുള്ളവർക്ക് ഇപ്പം ഈ ജനറ്റിക് ടെസ്റ്റ് ചെയ്യാൻ നിർദ്ദേശമുണ്ട്. അവരിലൊരു 15% ആൾക്കാർ ഇത് പോസിറ്റീവായിരിക്കും, 15-20% ജനറ്റിക് പോസിറ്റീവായിരിക്കും ജനറ്റിക് ടെസ്റ്റുകൾ. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ നമ്മൾ ഓപ്പോസിറ്റ് ബ്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി, ഇപ്പോൾ അവർക്ക് പോസിറ്റീവ് ആകുമ്പോൾ അവരുടെ ഫാമിലിയിലുള്ളവരെ കൗൺസിൽ ചെയ്യും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് അവരുടെ അത് ഫോളോ അപ്പ് ചെയ്യാൻ ഒക്കെ ഇത് വെച്ചിട്ട് നമുക്ക് MR മാമോഗ്രാം വെച്ചിട്ട് ബ്രസ്റ്റ് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ അതുപോലെ തന്നെ ഓവറിക്കും ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാനാണ്, ജനറ്റിക് ടെസ്റ്റ് ചെയ്യാനാണ് എല്ലാ ഓവറിയൻ ക്യാൻസറിനും. പ്രത്യേകിച്ച് സീറസ് ഓവറിയൻ ക്യാൻസറാണ് കൂടുതൽ കോമൺ, 80%. അപ്പോൾ അതിൽ ടെസ്റ്റ് ചെയ്യാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളവർ. അപ്പോൾ അതിനൊക്കെ കുറച്ച് മെഡിസിൻസും ഉണ്ട്. അത് ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് കുറച്ച് മെഡിസിൻസും ഇപ്പോൾ പുതിയത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടല്ല നമുക്ക് ഏർലി ആയിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് 95% ക്യൂറബിളാണ് ഏർലി സ്റ്റേജസിൽ. പിന്നെ 5% നമ്മളെപ്പോഴും ജനറൽ പോപ്പുലേഷനിൽ വരുന്ന ഒരു ഇൻസിഡൻസ് അല്ലേ ഉള്ളൂ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ജനറ്റിക്കായിട്ട് കിട്ടും എന്ന് പറഞ്ഞു, അത് ഉള്ളത് തന്നെയാണോ? എന്താണെങ്കിലും വരും എന്നുള്ളത് ഉറപ്പാണോ? ഇപ്പം നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആളുടെ മക്കൾക്കാണ് 50% ആൾക്കാർക്കേ വരുള്ളൂ. ഇപ്പം അങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 50% ആൾക്കാർക്ക് അതുണ്ടാവും. പക്ഷേ അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതിപ്പോൾ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാനുള്ള സൗകര്യമുണ്ട്. ഓവറി മാത്രം നമുക്കിപ്പം ഫാമിലി കംപ്ലീറ്റഡ് ആയിക്കഴിഞ്ഞാൽ മാറ്റേണ്ടി വരും. എന്നുവെച്ചാൽ ഓവറി വയറിനകത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതൊക്കെ അറിയാൻ പാടാണ്, എന്തെങ്കിലും മുഴയൊക്കെ വരുന്ന എർലി ആയിട്ടൊക്കെ അറിയാൻ പാടാണ്. അതുകൊണ്ട് ഓവറി രണ്ടും മാറ്റം ഫാമിലി കംപ്ലീറ്റ് കഴിഞ്ഞാൽ ബ്രസ്റ്റ് നമുക്കിത് നോക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ അതൊക്കെ ഒരു ഏർലി ആയിട്ട് പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതെല്ലാം ഇത് ജനറ്റിക് ടെസ്റ്റൊക്കെ നോക്കിയിട്ട് ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളാണ് ഇപ്പം ബ്രസ്റ്റിൻ്റെ. അതാണ് ഇപ്പം ബ്രസ്റ്റിൻ്റെ പ്രിവെൻഷനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഒന്ന് സ്ക്രീനിങ് ടെസ്റ്റുകൾ ഏർലി കണ്ടുപിടിക്കാൻ, മറ്റേത് പിന്നെ ഈ ബ്രാക്ക ടെസ്റ്റ്, ഈ ജനറ്റിക് ടെസ്റ്റുകൾ. ബ്രാക്ക തന്നെയല്ല, ഇപ്പം കുറേ ജീൻസ് ഉണ്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത് കണ്ടിട്ട് അതും പ്രിവെൻഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മറ്റേ അഞ്ജലീന ജോളി എന്ന് പറഞ്ഞ പുള്ളിയാണ് ഏറ്റവും ആദ്യമായിട്ട് എല്ലാവരും കേട്ടിട്ടുള്ള ഒരാളാണല്ലോ അഞ്ജലീന ജോളി. ഇതുപോലെ ബ്രസ്റ്റ് രണ്ടും മാറ്റി, ഫേമസ് ഡയറക്ടർ, ഹോളിവുഡിലെ ഫേമസ് ഡയറക്ടറായിരുന്നല്ലോ. ഇപ്പോഴും പുള്ളി ഡയറക്റ്റ് ചെയ്യും ആക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ബ്രസ്റ്റ് രണ്ടും മാറ്റി ഓവറിൻ മാറ്റി. പുള്ളിക്ക് ഇതുപോലെ 90% ചാൻസ്, ബ്രാക്ക 1 പോസിറ്റീവ് ആണെങ്കിൽ 80-90% ചാൻസാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർ ഇപ്പം, പക്ഷേ ഞാൻ പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ബ്രസ്റ്റ് മാറ്റേണ്ട കാര്യമില്ല. അത് തന്നെ വലിയൊരു അഡ്വാൻറ്റേജാണ് ഇങ്ങനെ MR മാമോഗ്രാം വന്നതുകൊണ്ട്. ഇപ്പോൾ വേറൊരു കാര്യം, പലരും ഈ പിന്നെ ആദ്യം ചിലപ്പോൾ ടെസ്റ്റ് ഈ നീഡിൽ ബയോപ്സി എന്ന് പറയും, നീഡിൽ ബയോപ്സി ടെസ്റ്റ് ചെയ്യാതെ ഒരു മുഴയെടുക്കാൻ പോകും. ചില പെരിഫറൽ സെൻറ്റേഴ്സിലൊക്കെ അവർക്ക് അതിനുള്ള അത്ര സൗകര്യം കാണത്തില്ലാത്തതുകൊണ്ടായിരിക്കും മുഴയെടുത്താണ് ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സെൻറ്ററിലോട് ചെയ്യാൻ ഇത്തിരി സക്സസ് റേറ്റ് കുറവാണ്. അപ്പോൾ എല്ലാവരും ഈ നീഡിൽ ബയോപ്സി ചെയ്യാതെ ഒരു സർജറിയിലേക്ക് പോകാൻ പാടില്ല. അതിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു മേജർ സെൻറ്ററിലേക്ക് അയക്കുന്നതായിരിക്കും നല്ലത്. ഈ ബയോപ്സി കിട്ടുന്നില്ല, പോസിറ്റീവായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു മേജർ സെൻറ്ററിലേക്ക്. വെച്ചാൽ ഇപ്പോഴത്തെ അഡ്വാൻസ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റിൽ വന്ന ഡെവലപ്മെൻറ്റ്സ് അത്രയായതുകൊണ്ട് അത് എപ്പോഴും അവർ മാനേജ് ചെയ്യുന്ന ഒരു അഡ്വാൻസ് സെൻറ്ററിൽ മാനേജ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് സർജറി ഇല്ലാതെ മെഡിസിൻ കൊണ്ടും പിന്നെ റേഡിയേഷൻ, സർജറി ഇല്ലാതെ ഇപ്പം അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് വന്നിട്ടേ ഇല്ല. സർജറി ആണ് ഇതിൻ്റെ എല്ലാ സെൻട്രൽ റോള്. സർജറി ബ്രസ്റ്റ് കൺസർവ് ചെയ്യുകയാണെങ്കിൽ റേഡിയേഷൻ വേണമെന്നേ ഉള്ളൂ. സർജറി ഇല്ലാതെ ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് ഒന്നും പറ്റത്തില്ല. എന്നുവെച്ചാൽ പിന്നെ അല്ലേ കൂടിയ സ്റ്റേജിലേ നമ്മൾ സർജറി അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യൂറബിൾ സ്റ്റേജിലെല്ലാം സർജറിയാണ് സെൻട്രൽ പാർട്ടിൽ നിൽക്കുന്നത്. ബാക്കിയെല്ലാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ബാക്കി ട്രീറ്റ്മെൻറ്റ്. അത് ക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറി അതിലെപ്പോഴും ഉൾപ്പെടും.
പിന്നെ ബാക്കി ഇപ്പോൾ 4th സ്റ്റേജിൽ നമ്മൾ സർജറി എവിടെയെങ്കിലും സ്പ്രെഡ് ചെയ്തു, അപ്പോൾ നമുക്ക് സർജറി ചെയ്തിട്ട് വലിയ അഡ്വാൻറ്റേജ് ഇല്ലല്ലോ. അപ്പോൾ വിചാരിക്കുക നമ്മൾ ലിവറിലോട്ട് അത് പോയി, അപ്പോൾ ലിവറിൽ ഇരിക്കുന്ന ഒന്നിനെ നമ്മൾ ബ്രസ്റ്റ് മാറ്റിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് അതായത് ലേറ്റ് ആവും തോറും ബോഡി ഫുൾ സ്പ്രെഡ് ആവും. നമ്മളത് വെച്ചോണ്ടിരുന്നാലേ, ചിലരൊക്കെ ഇപ്പം തന്നെ ഇത് വെച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് ഈവൻ പുണ്ണാകുന്നത് വരെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞ ഇതേപോലത്തെ അവർ പല റീസൺസ് അവർ പറയും. ഇത് മക്കൾക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അവരെന്നെ കൊണ്ട് നടക്കേണ്ടതെന്ന് വെച്ചു, അല്ലെങ്കിൽ അവരുടെ ഡെലിവറി ആണെന്ന്, എനിക്ക് ഒത്തിരി നാളായിട്ടുള്ള മോളാണ്, മോള് പ്രഗ്നൻ്റ് ആയി, അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ശരിക്കും ക്യാൻസർ വന്നു എന്ന് പറഞ്ഞ ഒരാളുടെ മനസ്സിൽ ഇനി ലൈഫ് ഇല്ല എന്നുള്ളൊരു ചിന്ത വരും എന്നാണ് ഞാൻ പറയുന്നത്. ലൈഫില്ലാത്തത് കൊണ്ടല്ല, അവർ മറ്റുള്ള സ്ത്രീകളും കൂടെ ആയതുകൊണ്ട് അവർ മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ ചിന്തിക്കും. അവർക്ക് പക്ഷേ അവരുടെ ഇതെടുത്താലേ മക്കൾ ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറയത്തില്ല. എൻ്റെ ഇത് ചെറുതായിട്ടിരിക്കുമ്പോൾ എടുത്താൽ എനിക്ക് മക്കളെ ഒത്തിരി നാൾ നോക്കാം, ആ ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുന്നില്ല. ഇത് എയർലി സ്റ്റേജ് ക്യൂറബിൾ ആണെന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നിട്ടില്ല. അവരുടെ അവയർനെസ്സിൻ്റെ കുറവാണല്ലോ അത്. അപ്പോൾ എല്ലാവർക്കും ഈ അവയർനെസ് എത്താൻ എയർലി സ്റ്റേജിൽ ഇത് ക്യൂറബിളാണ്. അവർക്ക് ഇനിയും വരുന്ന വർഷങ്ങളിലെല്ലാം മക്കളെ നോക്കുകയും കൊച്ചുമക്കളുടെ കൂടെ ജീവിക്കുകയും വീട്ടിലെ എല്ലാ കാര്യങ്ങളും മക്കൾക്ക് വേണ്ടി ചെയ്യാനും പറ്റുമല്ലോ. പക്ഷെ ആ ഒരു പിന്നെ മെസ്സേജ് അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്. എപ്പോഴും അവർ വിചാരിക്കും ഈ ചികിത്സ എപ്പോൾ വേണമെങ്കിലും ചെയ്താൽ മതിയല്ലോ എന്നൊരു വിചാരമാണ് അവർക്ക്. ഇപ്പം ഞാൻ കുറച്ചുകൂടെ ഒരു ഇത്രയും അമൗണ്ടൊക്കെ ഒന്ന് കഴിയട്ടെ, അപ്പം എന്നിട്ട് പോകാം. അപ്പോൾ അത് ആ സ്റ്റേജിൽ ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പൂർണ്ണമായിട്ടും ഭേദമാകും. നമ്മുടെ സ്റ്റേജ് കൂടിയാൽ ഇത് ഭേദമാകുന്നില്ല എന്നൊരു മെസ്സേജ് അവരുടെ മനസ്സിൽ കയറിയിട്ടില്ല. അതാണ് ആ ഒരു മെസ്സേജ് എപ്പോഴും മറ്റുള്ളവർക്ക് കിട്ടാൻ. അവരൊന്നും ഒന്നാമത് പല രീതിയിലും വായിക്കാനും ഇതൊന്നും പോകാത്തവരും ആയിരിക്കും. അവർക്കൊന്നും ആ ഒരു മെസ്സേജ് അവരുടെ മനസ്സിൽ കിട്ടിയിട്ടില്ല. അതാണ് അതിൻ്റെ പ്രധാനം. അല്ലാതെ അവർക്ക് ലൈഫ് ഇല്ല എന്നുള്ളതല്ല, ഈ എയർലി സ്റ്റേജ് ചെയ്താൽ ഇത് ക്യൂറബിൾ ആണെന്നൊരു മെസ്സേജ് അവർക്ക് കിട്ടിയിട്ടില്ല. മരണം എന്നുള്ള ചിന്തയെ ആവശ്യമില്ല ക്യാൻസർ എന്നുള്ള ഡയഗ്നോസിന്. ഇപ്പൊ അവര് ജസ്റ്റ് ഡോക്ടേഴ്സ് ആയിട്ടൊന്ന് കൺസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെ അത് എർലി ആയിട്ട് അവർ കണ്ടിട്ട് അവരിത് വെച്ചോണ്ടിരുന്ന അവർ പലരും വിചാരിക്കുന്നത് ഇപ്പം ചെയ്താലും കുറച്ച് നാൾ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മകളുടെ കാര്യങ്ങളോ മകൻ്റെ കാര്യങ്ങളോ കഴിഞ്ഞ് കുറച്ച് നാൾ ചെയ്താലും ഇത് സെയിം റിസൾട്ടാണ് എന്നുള്ളൊരു വിചാരം അവരുടെ മനസ്സിൽ. അപ്പോൾ അതുകൊണ്ടാണ് അവരങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു മെസ്സേജ് അവരിലേക്ക് എത്തണം എന്നുള്ളതാണ്. ഇത് വളരെ അറിയായിട്ട് വെച്ചാൽ കംപ്ലീറ്റ്ലി ഇത് ക്യൂറബിൾ ആണ് എന്നുള്ളൊരു മെസ്സേജ് അവർക്കൊരിക്കലും കിട്ടിയിട്ടില്ല. അതാണ്. ഇപ്പോൾ മാം നേരത്തെ പറഞ്ഞു 4th സ്റ്റേജിൽ വരെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന് ഓരോരോ സ്റ്റേജ് ഉണ്ട്. അതെങ്ങനെയാണ് മാം? അത് ബ്രസ്റ്റിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ്. കഷത്തിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റേജ്. നമ്മളിപ്പം കോളർ ബോണിനൊക്കെ മേളി വരുന്നതാണ് 3rd സ്റ്റേജ്. പിന്നെ ലോക്കലി ചിലപ്പോൾ നമ്മൾ കുറച്ച് വലിയ ട്യൂമറാകും. അതൊക്കെ തന്നെ 3rd സ്റ്റേജിലേക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ഒരു 6-7 സെൻറ്റിമീറ്ററുള്ള ട്യൂമറൊക്കെ ആണെങ്കിലും ചിലപ്പോൾ അത് 3rd സ്റ്റേജ് എന്ന് പറയാം. പിന്നെ മറ്റുള്ളതിലേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് 4th സ്റ്റേജ് ആകുന്നത്. ലിവർ, ലങ്, ബോണ്. അത് ലങ്ങും ബോണുമാണ് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. ബോണാണ് ഫസ്റ്റ്. ബോണ്, ലങ്, ലിവർ, ബ്രെയിന്, പിന്നെ പലയിടത്തോളം പിന്നെ ടോട്ടലായിട്ടും സ്പ്രെഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മാം നമുക്കറിയാം സ്ത്രീകൾ പ്രത്യേകിച്ച് ഇങ്ങനെ റേഡിയേഷനൊക്കെ ചെയ്യണ സമയത്ത് ഹെയർ ലോസ് ഉണ്ടാവും എന്ന് പറയും. ഹെയർ ലോസ് റേഡിയേഷൻ അല്ല, അത് ബ്രെയിൻ തലയിൽ ഇങ്ങനെ റേഡിയേഷൻ ചെയ്താലേ അതുണ്ടാവുള്ളൂ. കീമോതെറപ്പിക്ക് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. കീമോ ചെയ്യുമ്പോഴാണ് ഹെയർ ലോസ് കീമോതെറപ്പിക്കാണ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് മാം ആദ്യം സ്ത്രീകൾ അതാണ് എല്ലാവർക്കും ഒരു ബോധറേഷനാണ്. അതാ ഞാൻ പറഞ്ഞത്, അത് ഈ ക്യൂറബിൾ അല്ലെ നമ്മുടെ ഒരു കാര്യം മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നതാണല്ലോ ഇത്. മറ്റുള്ളവർ അറിയും എൻ്റെ ഹെയർ പോകുമ്പോഴെന്ന്. പക്ഷെ ആ ഒരു വിചാരം ജനറൽ പോപ്പുലേഷൻ ഈ ഒരു വിചാരം മാറ്റിയെങ്കിലേ അവരും അങ്ങനെ വിചാരിക്കത്തുള്ളൂ. ഇതെൻ്റെ ചികിത്സ, എനിക്ക് ക്യൂർ കിട്ടാനാണ്, ഇതിൻ്റെ ആവശ്യമുണ്ട്, സർജറി മാത്രം പോരാ, അല്ലെ റേഡിയേഷൻ മാത്രം പോരാ, ഇതും കൂടെ വേണം ക്യൂറിനെന്നുള്ളൊരു വിചാരം വരണമെങ്കിൽ ജനറൽ പോപ്പുലേഷനും കൂടെ അത് അവരുടെ ക്യൂറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് അവരും കൂടെ വിചാരിക്കണം. ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ സോഷ്യൽ സെറ്റപ്പിലെ ഒരു സ്റ്റിഗ്മ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്, ആ ഒരിത് അതുകൊണ്ടാണ് അവർക്കൊരു സോഷ്യൽ അതായിട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും നമ്മൾ കുറച്ച്. എന്നാലേ ഇതൊക്കെ ആൾക്കാർ മുന്നോട്ട് വരികയുള്ളൂ. ചികിത്സിക്കാനും സ്ക്രീനിങ് ചെയ്യാനും ഒക്കെ മുന്നോട്ട് വരണമെങ്കിൽ നമ്മളുടെ സോഷ്യൽ കുറച്ചും കൂടെ സെറ്റപ്പ് കുറച്ചും കൂടെ മാറാനുണ്ട്. അത് മാറി മാറി വരുന്നുണ്ട്. അൻവറിൽ ഇപ്പം ഞാനൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ആൾക്കാർ ഇതൊക്കെ ലൈറ്റായിട്ട് എടുക്കുകയും ഇപ്പം തന്നെ പണ്ട് തന്നെ ഒരു ഇതിൽ ഹിന്ദുവിൽ വന്ന പോലെ ഇതൊരു ജലദോഷം പോലെ ഉള്ളൂ.
ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ. ആ രീതിയിലേക്കൊക്കെ എടുക്കുന്ന കാലം വരും. ഇപ്പം നമ്മൾ കുറച്ച് അവയർനെസ് എല്ലാവർക്കും കൊടുക്കണം. ഇപ്പോൾ ഒരുപാട് ലൈഫ് ഇത് ക്യൂർ ചെയ്ത എത്രയോ ആൾക്കാരുണ്ട്. നമ്മൾ ക്യൂർ കിട്ടാത്ത സ്പ്രെഡ് ചെയ്തവരെ നമ്മൾ കൂടുതൽ കാണുന്നതുകൊണ്ടാണ്. നിങ്ങളൊക്കെ ഇപ്പം അറിയത്തില്ല, മറ്റുള്ളവരെ അറിയത്തില്ലല്ലോ. അവർ പുറത്തേക്ക് വന്ന് പറയാനും ഒത്തിരി മടി കാണിക്കുന്നവരാ. ഇത് എനിക്ക് പൂർണ്ണം വന്നു, ചികിത്സിച്ച് മാറി എന്ന് പറഞ്ഞ് പറയാൻ മടിയുള്ളവർ ഒത്തിരി ആൾക്കാരുണ്ട്. ഈ മക്കൾ തന്നെ പറയാം അമ്മ എന്തിനാ അത് പറയണമെന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ ഈയിടെ തന്നെ ഒരു ഗർഭാശയകള ക്യാൻസറിൻ്റെ ഒരു ഇൻ്റർവ്യൂ അവർക്ക് വേണമെങ്കിൽ പ്രിവെൻഷൻ സംബന്ധിച്ചിട്ട് അവർക്കൊരു ഇത് ചെയ്യാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 1-2 പേരോട് ചോദിച്ചു. അപ്പോൾ അവർക്ക് സമ്മതമാണ് പറയാനേ. പക്ഷേ അവരുടെ മക്കൾ പറഞ്ഞെന്നോ അമ്മ ഇനിയിപ്പോൾ ഇത് പറയണോ, ഇപ്പോൾ നമ്മൾ കുഴപ്പമൊന്നുമില്ലല്ലോ, കുഴപ്പമില്ലായിരിക്കല്ലേ, ഇനിയിപ്പോൾ ഇത് വരികയും ഇല്ലാത്ത പോലെ. അവർ 10 വർഷം ആയതാണ്. ഇത് ഗർഭാശയകള ക്യാൻസറൊക്കെ മിക്കവാറും അതൊക്കെ ആയാൽ നമുക്ക് പൂർണ്ണമായിട്ടും മാറി എന്നുള്ളതാണ്. ചിലപ്പോൾ ഇവരൊക്കെ കുറച്ചൊന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് തന്നെ അതെ. അത് പക്ഷേ ഒത്തിരി ആൾക്കാർ പറയാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് അവരുടെ മക്കളൊക്കെ ഒരുമാതിരി പ്രായമായി കഴിയുമ്പം. അതാ ഞാൻ പറഞ്ഞ അവരുടെ സോഷ്യൽ സെറ്റപ്പ്. അവർ വിചാരിക്കുന്ന ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മറ്റുള്ളവർ അവരെ അകറ്റി നിർത്തുന്നോ, അവരുടെ മക്കളുടെ മാരേജ് നടക്കത്തില്ല, അവർക്ക് എന്തെങ്കിലും ഒരു എന്താ വെച്ചാൽ ആ ഒരു രീതിയിലുള്ള ഒരു സോഷ്യൽ സെറ്റപ്പ് നമുക്കിപ്പോഴും ഉണ്ട്. അത് മാറേണ്ടി വരും. ഡെഫിനറ്റ്ലി അത് മാറും ഡെഫിനറ്റ്ലി. ഇപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും ബിസിയാണ്, ഒന്നിനും ടൈമില്ല. അപ്പോൾ ഫുഡാണെങ്കിലും ശരി, ഇപ്പോൾ നേരത്തെ മാം പറഞ്ഞ പോലെ. അപ്പോൾ നമുക്കൊരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെയൊക്കെയുള്ള നമ്മൾ ഫുഡൊക്കെ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? അത് നമുക്ക് ക്യാൻസർ വരാതിരിക്കാനും എത്രത്തോളം ഹെൽപ്പ് ചെയ്യും? അങ്ങനെ ഇന്ന ഫുഡ് കഴിച്ചാൽ ക്യാൻസർ വരും അത് ഇല്ല എന്നുള്ളത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ ഇതിനകത്ത്. പക്ഷെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക, അത് ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇത് എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ടൈമിൽ നടക്കുക, എന്തെങ്കിലും ചെയ്യുക. പിന്നെ ജങ്ക് ഫുഡ് ഒത്തിരി യൂസ് ചെയ്യാതിരിക്കുക. വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഇപ്പം എവിടെ നോക്കിയാലും നമ്മളൊരു ഹെൽത്തി ഡയറ്റ് അതേന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക്, ഹാർട്ട് അറ്റാക്ക് വന്നവർക്കും അത് തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഡയറ്റ് സാധാരണ ആൾക്കാരും ഫോളോ ചെയ്യുക. ഡയബറ്റീസിന് ഉള്ളവർക്ക് ഇപ്പം നമുക്ക് തന്നെ ഇവിടെ കേരളത്തിൽ ഡയബറ്റീസ് വളരെ കൂടുതലല്ലേ. ക്യാപിറ്റൽ ഓഫ് ക്യാപിറ്റൽ എന്ന് തന്നെ പറയാം ഡയബറ്റീസ് കേരളത്തിനെ കുറിച്ച്. പ്രീ ഡയബറ്റിക്കാരും വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തുള്ള ഈ ബ്രസ്റ്റ് ക്യാൻസർ കേരളത്തിൽ കൂടുതലായിട്ട് നിൽക്കുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ, യൂട്രൈൻ ക്യാൻസർ, ഓവറി, കുടൽ ക്യാൻസറുകൾ, ഇതൊക്കെ കേരളത്തിൽ കുറച്ച് കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു പാറ്റേൺ ഓഫ് ലൈഫ് കൊണ്ടാണ്. സ്ത്രീകൾ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം മാം ആ ഒരു ഫുഡിൻ്റെ? സ്ത്രീകളും ഡയബറ്റിക്കാരും ഇഷ്ടം പോലെ ഉണ്ട്. അവരാണ് ഒട്ടും നോക്കാത്തവർ. എക്സസൈസ് ചെയ്യാൻ ചോദിക്കുമ്പം പറയാം എനിക്ക് ഒട്ടും സമയമില്ല, രാവിലെ വെച്ചാൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, പിന്നെ വർക്കിന് പോകണം, അവർക്ക് ഒട്ടും സമയമില്ല. ശരിയാണ്, പറയണത് ശരിയാണ്. അപ്പം മറ്റുള്ളവരും കൂടെ വിചാരിക്കണം അവർ ഹെൽത്തി ആയിട്ട് ജീവിക്കണം എന്നുള്ള. സ്ത്രീകൾ മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല. മറ്റുള്ള കുട്ടികളും വിചാരിക്കണം, അവരുടെ ഭർത്താവും വിചാരിക്കണം, എന്നാലേ നടക്കുകയുള്ളൂ. ഒരു വീട്ടിൽ നിന്ന് ഓരോ ജോലിക്കാരെ വെച്ച് ചിലപ്പം മാനേജ് ചെയ്യാൻ പറ്റാത്തവരായിരിക്കുമല്ലോ കൂടുതൽ ആൾക്കാരും. അപ്പോൾ അവരെല്ലാവരും കൂടെ നോക്കിയാലേ സപ്പോർട്ട് ചെയ്തെങ്കിൽ സ്ത്രീകളുടെ ആരോഗ്യം നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. സ്ത്രീ തന്നെ വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അത് മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിക്കട്ടെ മാം, ഇപ്പോൾ ഈ ഓവേറിയൻ ആണെങ്കിലും യൂട്രസിൻ്റെതാണെങ്കിലും നമുക്ക് ഈ ഹൈജീൻ ഇഷ്യൂസ് ആയിട്ട് അങ്ങനെ ഹൈജീനുമായിട്ട് പറയുന്നത് കൂടുതലും സർവൈക്കൽ ഗർഭാശയകള ക്യാൻസറാണ് ഹൈജീനുമായിട്ട് കൂടുതൽ. അപ്പോൾ ഈ വൈറൽ ഇൻഫെക്ഷൻ കൂടുതലാണ് അങ്ങനെ ഹൈജീൻ ഇല്ലാത്തവർക്ക്. അതുകൊണ്ടാണ് ഗർഭാശയകള ക്യാൻസർ കൂടുതൽ. മറ്റേതിനൊക്കെ എപ്പോഴും നമ്മൾ ഹൈജീൻ, ഇപ്പം ചുറ്റുപാട് തന്നെ നമ്മൾ കച്ചടയിട്ടാൽ കൊതുക് വരത്തില്ലേ. അപ്പം എല്ലാ അസുഖങ്ങളും കൊതുകിൻ്റെ എല്ലാ അസുഖങ്ങളും വരില്ലേ. അപ്പം നമ്മൾ പേഴ്സണൽ ഹൈജീന്, സർക്കംസ്റ്റൻസ്, എൻവയോൺമെൻറ്റൽ ഹൈജീനൊക്കെ ഇത് നമ്മൾ നോക്കണം എല്ലാത്തിനും. എല്ലാ അസുഖങ്ങളും ഇപ്പോൾ ഒരു അസുഖം വന്നാൽ വേറൊരു അസുഖം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണല്ലോ ഇതെല്ലാം കിടക്കുന്നത്. ഈവൻ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ അതുപോലെ തന്നെയാണ്. യൂട്രൈൻ ക്യാൻസറും ഒവറിയൻ ക്യാൻസറും കൂടുതൽ ഒബിസിറ്റി റിലേറ്റഡ് ആണ്. ഡയബറ്റീസ്, ഒബിസിറ്റി ഒക്കെ. യൂട്രൈൻ ക്യാൻസർ പ്രത്യേകിച്ച് ഭയങ്കര കൂടുതലാണ് ഡയബറ്റീസിൽ. യൂട്രൈൻ ക്യാൻസറുള്ള ഒരു
2/3 ആൾക്കാരും ഡയബറ്റിക് ആയിരിക്കും. 2/3 കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ ഒബിസിറ്റിയും ഡയബറ്റിക് ഉള്ളവരായിരിക്കും. ബ്രസ്റ്റ് ക്യാൻസറിനും അങ്ങനെ തന്നെയാണെന്ന് വെച്ചാൽ ഇത് സാധാരണ ആൾക്കാരോട് പറയുകയാണെങ്കിൽ നമ്മളിത് വളമിട്ട് കൊടുക്കുന്ന പോലെ വളമിട്ട് കൊടുക്കുന്ന ഒരു പ്രതീതിയാണ് ഷുഗറിൻ്റെ കൂടുതൽ. അതിന് മെക്കാനിസമൊക്കെ വേറെയാണ്, എന്നാലും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതുപോലെയാണെങ്കിൽ സെൽസിന് വളമിട്ട് കൊടുക്കുന്ന പോലെയാണ് ഈ ഷുഗറിൻ്റെ കൂടുതൽ വരുന്നത്. ഇപ്പോൾ മാം ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ സർജിക്കൽ ഓങ്കോളജിയാണ് മാം എങ്ങനെയാണ് കാണുന്നത്? മാമിന് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പോൾ ഇപ്പോൾ നല്ലതായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ഓങ്കോളജി സ്പെഷ്യാലിറ്റീസും നല്ലതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. ഇപ്പോൾ ഹെൽത്ത് ടൂറിസം എന്നൊക്കെ കേരളം അതിനാണല്ലോ കൂടുതൽ അറിയപ്പെടുന്നത്. അതേപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ക്യാൻസർ എന്ന് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ എല്ലാ ഡിവിഷൻസും ഡെവലപ്പ് ചെയ്യണമല്ലോ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഒരു ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു സർജിക്കൽ ഓങ്കോളജിസ്റ്റ് വേണം, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് വേണം, റേഡിയേഷന് സൗകര്യം വേണം. ചില ക്യാൻസറിന് റേഡിയേഷനും സർജറി ആയിരിക്കും കൂടുതൽ. റേഡിയേഷൻ ഇപ്പോൾ ഗർഭാശയകള ക്യാൻസറിന് റേഡിയേഷനും സർജറിയുമാണ് കൂടുതലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ചിലപ്പം കീമോതെറപ്പിയൊക്കെ നമുക്ക് അൺയൂഷ്വൽ സർക്കംസ്റ്റൻസ് ചെറിയ ഡോസിൽ വേണ്ടി വരും ഈ റേഡിയേഷൻ സെൻസിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് പ്രധാന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റേഡിയേഷനും സർജറിയുമാണ്. ഇപ്പോൾ റേഡിയേഷൻ സെൻറ്റേഴ്സ് ആണെങ്കിൽ പോലും നമുക്കിപ്പോൾ കേരളത്തിലെ എനിക്ക് തോന്നുന്ന എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ വളരെ റിമോട്ടായിട്ട് താമസിക്കുന്നവർക്ക് അതിൻ്റെ ഒരു ആക്സസബിലിറ്റി കുറവുള്ളൂ. പക്ഷെ അവർക്കും അതിൻ്റെ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ അവർ കേരളത്തിലുള്ള ആൾക്കാർ വരും, അതിനുവേണ്ടി പോകുന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പോൾ മാമിന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ കുറച്ച് മെമ്മറബിൾ ആയിട്ടുള്ള കേസസ് ഏതെങ്കിലും ഉണ്ടോ? മറക്കാതെ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന അങ്ങനെ എന്തെങ്കിലും കേസസ് എന്തെങ്കിലും ഉണ്ടോ? ഒരുപാടുണ്ട്. അതിൽ ഞാൻ പിന്നെ പ്രത്യേകിച്ച് എപ്പോഴും പറയുന്നത് ഒരു ആളുടെ കാര്യം പറയുന്നത് ഒരു വെളിയിൽ നിന്ന് ഒരു ക്യാൻസർ ഡയഗ്നോസ് ആയിട്ട് വന്നതാണ്. അവർ ബയോപ്സി ചെയ്തപ്പം നീഡിൽ ബയോപ്സിയാണ് ചെയ്തപ്പം ക്യാൻസർ എന്നൊരു ഡയഗ്നോസുമായിട്ട് വന്നു. അപ്പം സർജറി ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം അവിടുന്ന് വെളിയിൽ നിന്ന് മിക്കവാറും നമ്മൾ സ്ലൈഡ് വാങ്ങിച്ച് നോക്കും. അന്ന് അതിൽ അവർ പിന്നെ സ്ലൈഡ് ഇന്നാഡിക്വേറ്റ് മെറ്റീരിയൽ നല്ലതായിട്ടില്ലെന്ന് വിചാരിച്ച് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് തന്നില്ല, അതിൻ്റെ പ്രോപ്പറായിട്ടൊരു ഡയഗ്നോസ് തന്നില്ല. അപ്പോൾ നമ്മൾ സർജറിയുടെ സമയത്ത് ഇതെടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വിടും. ഇതിൻ്റെ പ്രോപ്പർ ഡയഗ്നോസ് ഇല്ലെങ്കിൽ ആ സമയത്ത് ടെസ്റ്റ് ചെയ്യാൻ വിടും, ഫ്രോസൺ സെക്ഷൻ വിടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നീഡിൽ ബയോപ്സി ചെയ്യുമ്പോൾ ഡയഗ്നോസ് കിട്ടിയില്ല ഒരു മേജർ സെൻറ്ററിലേക്ക് വിടണമെന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ ഈ ഫ്രോസൺ സെക്ഷനുള്ള സൗകര്യമുണ്ട്. അപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഡിസിഷൻ എടുക്കാൻ പറ്റും സർജറി തിയേറ്ററിനകത്ത് വെച്ച് തന്നെ. 1 hour വെയിറ്റ് ചെയ്താൽ ഫ്രോസൺ സെക്ഷൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ അവർക്ക് അന്ന് ആ ഫ്രോസൺ സെക്ഷൻ ചെയ്തപ്പം മലിഗ്നൻസി ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഇങ്ങനെ ഓണം ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ഒരു മലിഗ്നൻ്റ് ആണെന്ന് വന്നു കഴിഞ്ഞാൽ മലിഗ്നൻസി ഇല്ല എന്നൊരു ഇത് വരുമ്പോഴത്തേക്കും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു വല്ലാത്തൊരു സന്തോഷവും അത് പറഞ്ഞറിയിക്കാൻ നമുക്കൊന്നും അങ്ങനെ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു യൂട്രസ് റിമൂവലിന് വന്നു. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര സംശയം, അതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഇതെന്താണൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നോട്. അപ്പോൾ ഞാൻ ചോദിച്ചു, സജിതയ്ക്ക് പണ്ട് വന്നപ്പം ഇത്രയും സംശയമൊന്നും ഇല്ലായിരുന്നല്ലോ, പണ്ട് സർജറി എന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയമില്ലാതെ സർജറി നോക്കിയെന്ന് പറഞ്ഞു വന്നു. അതന്ന് ഞാൻ വിചാരിച്ചു എനിക്കിനി ജീവിതം ഇല്ല എന്നാ. അത് പിന്നെ മാഡത്തിനോട് എന്തിനു സംശയം ചോദിക്കുന്നതെന്ന് വിചാരിച്ചു, അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ എനിക്കിപ്പം അത് കഴിഞ്ഞിപ്പോൾ ഞാൻ എത്രയോ വർഷമായിട്ട് പിന്നെ ഇപ്പം അതുകൊണ്ട് ഞാൻ ഈ സംശയങ്ങളൊക്കെ ചോദിക്കുന്നതേ ഉള്ളൂ. ഡോക്ടർ അല്ലായിരുന്നെങ്കിൽ മാം എന്താവാനായിരുന്നു നമ്മുടെ ആഗ്രഹം? ഈ ഒരു ഡോക്ടർ പ്രൊഫഷൻ മാറ്റി വെക്കുകയാണെങ്കിൽ? അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോഴൊക്കെ എനിക്കൊന്ന് ഞാൻ ഫിസിക്സിലൊക്കെ ആയിരുന്നു കൂടുതൽ ഒരു ഇതാണ്. അപ്പം വല്ല സയൻറ്റിസ്റ്റ് ആയിരുന്നിരിക്കുന്നത്. ഫിസിക്സിനൊക്കെ ആയിരുന്നു കൂടുതൽ മാർക്കൊക്കെ വാങ്ങിച്ചിരുന്നത്. ബയോളജി ഇത് 4 കൂടെ കൂട്ടുമ്പം ഹൈ മാർക്ക് വന്നെങ്കിലും ഫിസിക്സിനും കെമിസ്ട്രിക്കായിരുന്നു എപ്പോഴും കൂടുതൽ മാർക്ക്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മാമിന്? അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാൻ കെമിസ്ട്രിയാണ് പിന്നെ BSc കുറച്ച് നാൾ പോയിരുന്നു, അപ്പം കെമിസ്ട്രി എടുത്തിരുന്നത്. അതപ്പോഴല്ലേ എൻ്റെ റിസൾട്ട് വന്നത്, മെഡിസിൻ്റെ റിസൾട്ട് വന്നത്, സെലക്ഷൻ വന്നത്. ഞാൻ പറഞ്ഞ ചിലപ്പോൾ ആ രീതിയിലേക്കൊക്കെ എന്തെങ്കിലും ആയിപ്പോയി. ഇപ്പോൾ മാം ഇങ്ങനെ ഇപ്പോൾ സാറും ബിസി ആയിരിക്കും, മാമും ബിസി ആയിരിക്കും. അപ്പം മക്കളുടെ കാര്യമൊക്കെ എങ്ങനെയായിരുന്നു? അവരെപ്പോഴെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ അച്ഛനും അമ്മേനും? പരാതിയില്ല, സപ്പോർട്ടീവായിരുന്നു. വീട്ടിലിരിക്കുമ്പോൾ എന്തേ അമ്മ ഹോസ്പിറ്റലിൽ പോകുന്നില്ലെന്നേ ചിലപ്പോൾ ചോദിക്കും. വഴക്കൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോട്ടെ, ചെറുപ്പത്തിലെ വഴക്കൊക്കെ പറയുമ്പോൾ അങ്ങനെ ചോദിക്കും. അവരൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു? ഞങ്ങൾ കുറച്ചൊക്കെ ഞങ്ങൾ തന്നെ അവർ അങ്ങനെ കെയർ കൊടുത്തിരുന്നു അവർക്ക്.
പിന്നെ ഗംഗാധരൻ സാറിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയും. സാറും അല്ല, കേട്ടിട്ടുണ്ട് ഒരുമിച്ചാണ് പഠിച്ചത്, ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയായിരുന്നു അതൊക്കെ? അതൊക്കെ ഉണ്ടെങ്കിലും സാറ് പിന്നെ പറയും സാറിൻ്റെ ഫസ്റ്റ് വൈഫ് പ്രൊഫഷനാണ്. അപ്പം ഞാൻ പറയും അപ്പം ഞാൻ പറയും ഈ പിന്നെ ഭീമനെ പോലെ ആയിപ്പോയല്ലോ ഞാൻ ഫസ്റ്റ് എപ്പോഴും ഇത് ഇഷ്ടം പാഞ്ചാലിയോട് ഭീമനാ കൂടുതൽ ഇഷ്ടം ഉണ്ടെങ്കിലും ഭീമൻ അതൊരു സെക്കൻഡാണ് എന്നൊരു വിചാരം എപ്പോഴും ഉണ്ടല്ലോ. ആ ഒരു വിചാരം പിന്നെ അതങ്ങ് നോർമലായി പോയി എന്നേ ഉള്ളൂ. പിന്നെ അതൊരു നോർമലായിട്ടുള്ള വിചാരത്തിലേക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിച്ചത്, നമുക്കിങ്ങനെ അറിയാൻ പറ്റും. പക്ഷെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഒരു അങ്ങനെയാണോ, അപ്പം നമ്മളെങ്ങനെ പിന്നെ അതങ്ങോട്ട് അതിൽ ആ സെക്കൻഡിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പൊ രണ്ടുപേരും ഒരേ പ്രൊഫഷൻ ആവുന്നതുകൊണ്ട് ആദ്യം എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിള്ളേരെയൊക്കെ നോക്കുന്നതിൽ ഇപ്പോൾ അങ്ങനെ കുറച്ച് നമുക്ക് എപ്പോഴും നല്ല ജോലിക്കാർ വേണം കേട്ടോ, അല്ലെങ്കിൽ എന്നൊക്കെ വന്നേ അത് അവരൊക്കെ എനിക്ക് നല്ലൊരു കിട്ടിയോണ്ടാണ് ഞാൻ അങ്ങനെ പോകാനും വർക്ക് ചെയ്യാനും ഒക്കെ പറ്റിയത്. അല്ലെങ്കിൽ നമുക്ക് സ്ത്രീകൾക്ക് എപ്പോഴും വലിയ പാടാണ്. ഇപ്പോൾ എത്ര സപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഒരാൾ വീട്ടിൽ നോക്കാനില്ലെങ്കിൽ വലിയ പാടാണ്. അത് ഞാൻ എപ്പോഴും എൻ്റെ കൂടെയുള്ളവരൊക്കെ എപ്പോഴും എപ്പോഴും ജോലിക്കാരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വലിയ പാടാണ് ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കുട്ടികളുടെ ഉണ്ടായി കഴിഞ്ഞാൽ. ഞാൻ ചിലപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ വഴക്ക് പറയും. പിന്നെ ഞാനങ്ങ് വിചാരിക്കും ഇങ്ങനെ ഭയങ്കര പാടാണല്ലോ കുട്ടികളെ ഇട്ടിട്ട് അവർക്ക് വരാനും ഇതൊക്കെ കുറച്ച് പാട് തന്നെയാണ് വർക്ക് ചെയ്യാൻ. പ്രൊഫഷൻ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാം സ്ത്രീകളിലെ അർബുദം എന്ന് പറഞ്ഞൊരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അത് എത്രത്തോളം ആൾക്കാരെ സ്വാധീനിച്ചു എന്നാണ് മാമിന് തോന്നുന്നത്? അങ്ങനെ ഒരു പുസ്തകം ഇപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് ആ ബുക്ക്. ഞാൻ എന്നിട്ട് ഇപ്പോഴും ഞാൻ എപ്പോഴും വിചാരിക്കും അവരോട് DC ബുക്സുകാരോട് പറയണം അതിൻ്റെ കുറച്ചും കൂടെ കോപ്പി അടിക്കാൻ. എല്ലാവരും വരുമ്പോൾ ചോദിക്കാം അത് എവിടെ കിട്ടും മാഡത്തിന് അത് തരാൻ പറ്റുമോ എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇൻട്രസ്റ്റഡ് ആണ് അതെങ്ങനെയാണിത് ഈ ബ്രസ്റ്റ് അതിൻ്റെ ഡെവലപ്മെൻറ്റ്. അത് ആണുങ്ങൾക്കും എല്ലാം അതിൻ്റെ അകത്ത് എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. എല്ലാ ക്യാൻസറുകളും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാരണങ്ങൾ, അത് പ്രിവെൻഷന് എല്ലാം ഉണ്ട്. പക്ഷെ അത് അവരുടെ ബിസിനസ്സായിട്ട് ഒരു ലെവലിലാണ് അതിനങ്ങനെ പേരിട്ടത്. സ്ത്രീകളിലെ അർബുദം എന്ന് എല്ലാ ക്യാൻസറിനെ പറ്റിയും റുട്ടീനായിട്ടുള്ള എല്ലാ ക്യാൻസറിനെ പറ്റി എഴുതിയിട്ടുണ്ട് അതിന്. ഇപ്പോഴും അതിനേക്കാളും കൂടുതൽ ചേഞ്ചൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. അതിന് കൂടി വന്നാൽ നമുക്കിപ്പം കുറച്ചും കൂടെ ജനറ്റിക് ടെസ്റ്റുകളൊക്കെ കുറച്ചും കൂടെ എളുപ്പം പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ട്. നേരത്തേലും പോപ്പുലറായിട്ടുണ്ട്. അതിന് കുറച്ചുകൂടെ എമൗണ്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒക്കെ രീതിയിൽ പിന്നെ ഇതേപോലെ MR മാമോഗ്രാം അങ്ങനെയൊക്കെ കുറച്ച് ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇപ്പം ബ്രസ്റ്റ് റിമൂവ് ചെയ്തില്ലെങ്കിൽ MR മാമോഗ്രാം ചെയ്ത് നമുക്ക് ഇത് ചെയ്യാം. എന്നുവെച്ചാൽ ക്യാൻസറുകൾക്കല്ല, ജനറ്റിക് ടെസ്റ്റ് പോസിറ്റീവായിട്ടുള്ളവർക്ക്. ഇനിയും പുസ്തകങ്ങൾ എഴുതണമെന്നുണ്ടോ ഇതുപോലെ ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട്? എഴുതണമെന്നുണ്ട്. അതെന്തെങ്കിലും നോക്കുന്നുണ്ടോ? അതുപോലെ തന്നെ മാമിന് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്, അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ടുണ്ട്. അതിനെയൊക്കെ കുറിച്ചൊന്ന് പറയാമോ? അത് ഞാൻ നേരത്തെയൊക്കെ കുറേ അവയർനെസ് ടോക്സിന് പോകുമായിരുന്നു. പിന്നെ കുറേ ഈ നമ്മൾ കോസ്റ്റൽ ഏരിയാസിൽ അതിൻ്റെ ഒരു ഏരിയ മുളവുകാടൊക്കെ എല്ലാ മാസവും ഒരു വർഷത്തോളം എല്ലാ മാസവും അവിടെ ക്യാമ്പ് നടത്തിയിരുന്നു. അപ്പോൾ അത് അങ്ങനെയൊക്കെ കുറേ നടത്തിയിരുന്നു. അതിനാണ് എനിക്ക് കുറച്ച് ഇതിനൊക്കെ ഫോക്സി ഇന്ത്യൻ അസോസിയേഷനിൽ നിന്നൊക്കെ ഇത് കിട്ടിയിരുന്നത്. അതൊക്കെ ഇനിയും ആളുകളിലേക്ക് അവയർനെസ് എത്തിക്കണം എന്നുണ്ടോ മാം? പിന്നെ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞില്ല, ഇവർക്കൊക്കെ ഒന്നും അവയർനെസ് എത്തുന്നില്ല. പകുതി പേരും ഇപ്പോൾ നമുക്ക് വരുമ്പോൾ മനസ്സിലാവും ഇവരിപ്പോൾ എർലിയായിട്ട് ചികിത്സ ചെയ്താലും ലേറ്റായിട്ട് ചികിത്സ ചെയ്താലും ഒരേ റിസൾട്ടാണെന്നല്ലേ ആൾക്കാർ വിചാരിക്കുന്നത്. അത് തന്നെ അവരുടെ അവയർനെസ് കുറവുണ്ടല്ലേ. അപ്പോൾ അത് ഡെഫിനറ്റ്ലി അവർ കൂടുതൽ അവയർനെസ് നമുക്ക് പലരിലേക്കും എത്തിക്കാനുണ്ട്. അവർ എനിക്ക് തോന്നുന്നു ത്രൂ അവരുടെ മക്കൾ വഴി. എന്നുവെച്ചാൽ അവർ സാധാരണ ഇതിനൊന്നും ഇവർക്ക് നോക്കാനല്ലേ, മക്കൾ കുട്ടിയെ വീട്ടിലിട്ടിട്ട് പോകും, അമ്മമാരല്ലേ ഇത് നോക്കേണ്ടത്. അപ്പോൾ അവർക്ക് TV കാണാനോ അവർക്ക് വായിക്കാനോ ഒന്നും സമയം കുറവായിരിക്കുമല്ലോ. അപ്പോൾ അവർ മക്കളിൽ കൂടെ അവർക്ക് അതൊക്കെ കിട്ടുകയുള്ളൂ. മക്കൾ അവർ ഇതുപോലെ ആണ് എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടുപോയിട്ട് സ്ക്രീൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ പഠിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടാവും ഈ മാം എടുത്ത പോലെ തന്നെ സർജിക്കൽ ഓങ്കോളജി. അപ്പോൾ അവരോടൊക്കെ മാമിന് എന്ത് ഗൈഡൻസ് ആണ് കൊടുക്കാനുള്ളത്? നല്ലൊരു സ്പെഷ്യാലിറ്റി ആണ്, ഇത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സ്പെഷ്യാലിറ്റി തന്നെയാണത്. പിന്നെ ഒരുപാട് ഫോളോ അപ്പ് നമുക്ക് പേഷ്യൻസിനെ പിന്നീട് കാണുമ്പോൾ നമ്മുടെ ഒരു സന്തോഷം അവരുടെ ഒരു സന്തോഷം. അത് പിന്നെ ഏത് ഡോക്ടർ ഏത് പ്രൊഫഷനും അങ്ങനെ തന്നെയാണ്.
ഇനിയിപ്പോൾ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വേണം എന്നാണ് മാമിൻ്റെ ഒരു അഭിപ്രായത്തിൽ? കാരണം ഇത്രയൊരു എക്സ്പീരിയൻസ് ഉള്ള സ്ഥിതിക്ക് അതൊക്കെ സ്വപ്നങ്ങളിലല്ലേ ഞാൻ പറഞ്ഞു ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്. ക്യാൻസർ വരാൻ നമ്മളിപ്പം വന്നു കഴിഞ്ഞുള്ള ട്രീറ്റ്മെൻ്റ് അല്ലേ നമുക്ക്, പിന്നെ അല്ലെങ്കിൽ പ്രിവെൻഷൻ വേണ്ടിയിട്ടല്ലേ അവയർനെസ് കൊടുക്കുക, അതൊക്കെയാണല്ലോ നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. ഇത് വരാതിരിക്കാനായിട്ട് എങ്ങനെ നോക്കും, അപ്പോൾ അതിലേക്ക് കൂടുതൽ റിസർച്ച് ചെയ്യുക, അതിന് എന്തൊക്കെ മാർഗങ്ങളാണ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ വന്നു കഴിഞ്ഞാലത്തെ നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാനുള്ള എന്ത് ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പം നമുക്ക് എപ്പോഴും കുറച്ചൊരു ഇത് വരുമല്ലോ, ഫുൾ 100% ക്യൂർ എന്ന് നമുക്ക് പറയാറായിട്ടില്ലല്ലോ ഒന്നുകൊണ്ടും, ട്രീറ്റ്മെൻറ്റും ഉണ്ട് 95% അല്ല അങ്ങനെയൊക്കെയല്ലേ. അപ്പം ഒരു 5% ആൾക്കാർക്ക് വീണ്ടും വരാനുണ്ട്. അതൊരു ജനറൽ പോപ്പുലേഷൻ്റെ റിസ്ക് ആണെങ്കിലും അങ്ങനെ അല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് ഒന്ന് ഇത് വരാതിരിക്കുക. അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്ക് അത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ 100% നമുക്ക് സക്സസ് റേറ്റ് ഉള്ളത്. അപ്പം പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യും എന്നുള്ളൊരു ഇതിലാണ് നമ്മുടെ എല്ലാം സ്വപ്നം ഇരിക്കുന്നത്. ഇതെല്ലാവരും ഒരേപോലെ ജീവിക്കുക എല്ലായിടത്തും. അപ്പം ഡോക്ടേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു കാലം പ്രോബ്ലി. അല്ല, അതിപ്പോൾ എപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഇറങ്ങിയാലും അവർ പറയും ഇനി കാണാം എന്ന് പറയരുത്, വരരുത് എന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മാം ഒരുപാട് സന്തോഷം. മാമിൻ്റെ ഇത്രയും തിരക്കുള്ള സമയത്ത് നമ്മളോട് മാമിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇതിനെക്കുറിച്ച് ഒട്ടും അവെയർ അല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ മാമിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂയിലൂടെ അവർക്കെല്ലാം ഒരുവിധം എല്ലാം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് മാം. നമ്മുടെ ദി വൺ ആൻഡ് ഓൺലി ഷീ പ്രേക്ഷകരോട് മാമിന് എന്താ പറയാനുള്ളത്? ഞാനത് എല്ലാവരോടും പറയുന്നത് നമ്മൾ ഈ കൂടുതൽ അവെയർ ആകുക ഇതിനെക്കുറിച്ചൊക്കെ. ഇപ്പം ക്യാൻസറിനെ കുറിച്ച് കൂടുതൽ വായിക്കുക, നമ്മൾ എപ്പോഴും സ്ക്രീനിങ് ടെസ്റ്റുകൾക്ക് പോവുക, വാക്സിനേഷൻ ഉള്ളത് അത് എടുക്കുക. ഏത് വാക്സിനേഷനാണെങ്കിലും വാക്സിനേഷൻ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഇപ്പം പ്രിവെൻറ്റീവ് മാർഗ്ഗങ്ങളിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് വാക്സിനേഷനാണല്ലോ. മറ്റേതൊക്കെ നമുക്ക് ഇപ്പം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസൊക്കെ നമുക്ക് നല്ലതാണ്, എന്നാലും ഡെഫിനറ്റായിട്ടുള്ളത് വാക്സിനാണ്. അപ്പോൾ എന്ത് വാക്സിൻ ഉണ്ടെങ്കിലും എടുക്കുക. അപ്പം തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, ഇപ്പോൾ ലിവർ ക്യാൻസറുകളും അത് പ്രിവെൻറ്റ് ചെയ്യും, ഹെപ്പറ്റൈറ്റിസ് വന്നിട്ട് ഉണ്ടാകുന്ന ക്യാൻസറുകൾ. അപ്പോൾ അതേപോലെ അങ്ങനത്തെ ഉള്ള എല്ലാ വാക്സിനും, ഇപ്പം ഗർഭാശയകള വാക്സിൻ തന്നെ 10 to 26 ഇയേഴ്സാണ് എടുക്കുന്നത്. അപ്പം അപ്പോൾ വാക്സിനെ കുറിച്ച് അറിയുക, അത് പ്രിവെൻറ്റീവ് മാർഗ്ഗങ്ങളെക്കുറിച്ച് അറിയുക, അത് നടപ്പിലാക്കാൻ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ നോക്കുക. അങ്ങനെ അത് ഒരു ഹെൽത്തി ആയിട്ട് ജീവിക്കാനുള്ള എല്ലാ ഇതും ചെയ്യുക. അതാണ്. ഓക്കെ മാം, എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു സ്പെഷ്യൽ ഗസ്റ്റുമായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം പവിത്ര.